ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു നഗര നയം ആവിഷ്കരിക്കാനായി വലിയ പ്രോസസ്സ്, അർബൻ കമ്മീഷന്റെ പഠനം മുതൽ അർബൻ കോൺക്ലേവ് വരെ നീണ്ട ഒരു വലിയ പ്രക്രിയ രാജ്യത്ത് ആദ്യമായിട്ട് നടത്തിയതും കേരളമാണ്. 2 ദിവസം ആയിട്ട് നടന്ന അർബൻ കോൺക്ലേവിൽ 3115 പ്രതിനിധികളാണ് ആകെ പങ്കെടുത്തത്. 234 സെഷനുകൾ ഈ കോൺക്ലേവിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്നു. 34 സെഷനുകളിലായി 275 അക്കാദമിക് വിദഗ്ധരും മന്ത്രിമാരും മേയർമാരും സാങ്കേതിക വിദഗ്ധരും നയരൂപീകർത്താക്കളുമെല്ലാം പ്രസംഗിക്കുകയുണ്ടായി. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ പങ്കെടുത്തു. ആകെ 8 മന്ത്രിമാരും 17 മേയർമാരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. 16 മേയർമാരും ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസിന്റെ പ്രസിഡന്റും അടക്കം 17 മേയർമാർ എന്ന് കണക്കാക്കാം. നല്ല പങ്കാളിത്തമാണ് കോൺക്ലേവിൽ ഉണ്ടായത്. വിദഗ്ധരുടെ പങ്കാളിത്തമാണെങ്കിലും ജനപ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തമാണെങ്കിലും വളരെ മികച്ചതായിരുന്നു. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും ഉൾപ്പെടെ 200 പേർ മുൻകൂട്ടി ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനപ്രതിനിധികൾക്ക് പുറമെ കോൺക്ലേവിൽ വെച്ച് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ബ്രസൽസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്ഥാപനമായ ക്രിസും തമ്മിൽ സഹകരണത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാലുടൻ ധാരണാപത്രം ഒപ്പുവെച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കേന്ദ്രത്തിന്റെ ക്ലിയറൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് അതിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. കിലയുമായി സഹകരിച്ചാണ് UNUവിന്റെ കോഴ്സുകൾ ഇവിടെ കേരളത്തിൽ ലഭ്യമാക്കുക. പ്രധാനമായും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം, ലോക്കലൈസേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളിലാണ് അക്കാദമിക സഹകരണം യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഉണ്ടാവുക. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ, അധികാര വികേന്ദ്രീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശീലനം തുടങ്ങിയവയുണ്ട്.